പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പരപ്പനങ്ങാടി ഒട്ടുമൽ കടപ്പുറത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ചെറിയ വള്ളങ്ങളിൽ നമ്മുടെ ഫിഷർമാൻ മത്സ്യം പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ബോട്ടുകൾ തീരത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. മത്സ്യവുമായി വരുന്ന ബോട്ടുകൾ തീരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ ധാരാളം മത്സ്യം കാണാൻ സാധിക്കും. ഇത് അയിലച്ചമ്പാൻ എന്ന് പറയുന്ന മത്സ്യമാണ്. അയിലച്ചമ്പാൻ എന്ന് പറയുന്ന മത്സ്യമാണിത്. നമുക്കിങ്ങനെ പോയി നോക്കാം. എൻ്റെ പ്രിയപ്പെട്ട ചേറൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമായ ചേറൂർ ഹൈസ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഒട്ടുമൽ ബീച്ച്. പാവം ഒരു മത്സ്യം ഏതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ട ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി ഇടയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഈ ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ വരുമാനം ചേറൂർ ഹൈസ്കൂളിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും, അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്, പാവപ്പെട്ടവരുമല്ല പണക്കാരുമല്ല, രണ്ടിലും പെടാത്ത ഒരുപാട് വിഷമിക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയും, അതുപോലെ പതിനായിരക്കണക്കിന് വരുന്ന ചേറൂർ ഹൈസ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയുമാണ് ഈ യൂട്യൂബിൻ്റെ വരുമാനം ഉപയോഗിക്കുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഇവിടെ ഒരു ബോട്ട് വന്ന് ചെറുവള്ളങ്ങളിൽ ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു, മത്സ്യം ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ നിങ്ങളെ വീട്ടിലുള്ള മുഴുവൻ ഫോണുകളിലും ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ബെല്ലൈക്കണും ഓളും ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക്, അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും, അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സ്, അവരുടെ കൂട്ടുകാർ, എല്ലാവർക്കും ഇതിൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അവരോട് ഈ യൂട്യൂബ് ചാനൽ ലക്ഷ്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം അവരോട് നിങ്ങൾ പറയണം ഈ യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം പൂർണ്ണമായും. എന്നിട്ട് അവരോട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ബെല്ലും ഷെയറും ഒക്കെ ചെയ്താൽ അതൊരു നന്മയാണ്, നിങ്ങൾ ചെയ്യുന്ന വലിയ നന്മയാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരോട് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അവരോട് ഇത് പ്രചരിപ്പിക്കാൻ പറയണം. എങ്കിൽ തീർച്ചയായും ഇതൊരു വലിയ നന്മയായി അവർക്ക് രേഖപ്പെടുത്തപ്പെടും. കാരണം ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം എനിക്ക് വേണ്ടിയല്ല, ഇത് പ്രിയപ്പെട്ട ചേറൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. അവർക്കാണ് ഇതിൻ്റെ വരുമാനം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ടറിയണം. ഒരു നഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കാനില്ല. ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ബെല്ലും ലിങ്കും ഷെയറും എല്ലാം ചെയ്താൽ നിങ്ങൾക്കൊരു നഷ്ടവും സംഭവിക്കാനില്ല. മറിച്ച് നിങ്ങൾക്ക് വലിയ പ്രതിഫലം അതിൻ്റെ മേലിൽ കിട്ടും. കാരണം നിങ്ങൾ ഒരു നന്മയാണ് ചെയ്യുന്നത്. ഇന്ന് ഇത് അയിലച്ചമ്പാനല്ലേ അല്ലേ? ഇന്ന് അയിലച്ചമ്പാൻ്റെ ചാകരയാണ് ഇവിടെ കാണുന്നത്. വള്ളങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൂരെ നിന്ന് അടുത്തുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട ഫിഷർമാൻ
അവരുടെ ജീവിതമാണ് കടൽ. കടൽ അവർക്ക് അമ്മയാണ്, അച്ഛനാണ്, സർവമാണ്. സമുദ്രം, ഈ കടൽ അവർക്ക് കടലമ്മയാണ്. ഈ സമുദ്രം, ഈ അറബിക്കടൽ, ഈ അറബിക്കടലിൻ്റെ തീരത്ത് വസിക്കുന്നവർ, അവർക്ക് സമുദ്രമാണ്, കടലാണ് എല്ലാം. കടൽ കോപിച്ചാൽ അവർ വിഷമിക്കും, കടൽ കനിഞ്ഞാൽ അവർ സന്തോഷിക്കും. സമുദ്രം ചിലപ്പോൾ, കടൽ ചിലപ്പോൾ അവരോട് വലിയ കാരുണ്യം കാണിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു കാരുണ്യമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ചില സമയങ്ങളിൽ കടൽ അവരോട് പിണങ്ങാറുണ്ട്. അപ്പോൾ അവർ ദുഃഖിച്ചിരിക്കും, അവർ വല്ലാതെ വിഷമിക്കും. ഇപ്പോൾ യഥാർത്ഥത്തിൽ കടൽ അവരോട് കനിഞ്ഞിരിക്കുകയാണ്, കടൽ അവരോട് കാരുണ്യം കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വള്ളങ്ങൾ നിറയെ മത്സ്യവുമായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പാവപ്പെട്ട മുക്കുവന്മാർ, പാവപ്പെട്ട ഫിഷർമാൻ സന്തോഷത്തോടു കൂടിയാണ് അവർ തീരം അണഞ്ഞത്. അവർ സന്തോഷത്തോടു കൂടിയാണ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് തീരം അണിഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ കടൽ ക്ഷോഭിക്കാറുണ്ട്. അപ്പോൾ തിരമാലകൾ കരയിലേക്ക് അടിച്ചു വീശി, വമ്പൻ വലിയ തിരമാലകൾ കടലിലേക്ക് അടിച്ചു വീശി അവരുടെ കുടിലും സമ്പാദ്യങ്ങളും മുഴുവനും ചിലപ്പോൾ സമുദ്രം കോപിക്കുന്ന സമയത്ത്, കടലമ്മ ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന സമയത്ത്, കടലമ്മ ചിലപ്പോൾ കോപിക്കുന്ന സമയത്ത് എല്ലാം കടലിലേക്ക് കൊണ്ടുപോകും, ഒലിച്ചു പോകും, വീടും വടിച്ചെടുക്കും. ശക്തമായ കാറ്റിൽ ശക്തമായ തിരമാലകൾ വന്ന് ഇവിടെ വീടും പറമ്പും സർവ്വം സമ്പാദ്യവും ചിലപ്പോൾ കടലമ്മ സർവ്വം അടിച്ചു മാറ്റിപ്പോകും. ചിലപ്പോൾ കടൽ അങ്ങനെയാണ്, ചിലപ്പോൾ കടൽ ക്ഷോഭിക്കും. എന്നാൽ കടലിൻ്റെ കാരുണ്യം വന്നണഞ്ഞാലോ സന്തോഷമാണ്. ആ വിഷമങ്ങളെല്ലാം അവർക്ക് തീരുന്നത് ഇത്തരം കാഴ്ചകൾ, ഇത്തരം അവസരങ്ങൾ വരുമ്പോഴാണ്. അവരുടെ കണ്ണീരും എല്ലാം കടലമ്മ തന്നെ ചില സന്ദർഭങ്ങളിൽ ഒപ്പിയെടുക്കും. ഏതോ സമുദ്രത്തിൻ്റെ തീരത്ത് നിന്ന് ധാരാളം അയലച്ചമ്പാൻ എന്ന് പറയുന്ന മത്സ്യത്തിൻ്റെ കൂട്ടത്തോടെയാണ് മത്സ്യം. നിങ്ങൾക്കറിയാലോ, മത്തിയാണെങ്കിൽ മത്തി മുഴുവൻ കൂട്ടത്തോടെയാണ് സഞ്ചരിക്കുന്നത്. അയലാണെങ്കിൽ അയലയുടെ കൂട്ടം, അതാണ് ചാകര. ലക്ഷക്കണക്കിന് മത്സ്യങ്ങളോട് കൂട്ടമായി സഞ്ചരിക്കുന്നു. നിങ്ങൾ നോക്കി, ഇവിടെ സുന്ദരമായ ഈ കാഴ്ച. കടൽ കരിയുന്ന സമയത്ത് ഈ കടലിനോട് ഇണങ്ങി ജീവിക്കുന്ന ഈ പക്ഷികൾക്ക് വളരെ സന്തോഷമാണ്. പരുന്തും കാക്കകളും മറ്റു പക്ഷികളും അവരും ഈ മുക്കുവന്മാരോടുകൂടെ, ഈ പാവപ്പെട്ട ഫിഷർമാനോടുകൂടെ ഈ പക്ഷികളും വളരെയധികം സന്തോഷിക്കും. പരുന്ത്, കാക്കകൾ, അതുപോലെ മറ്റു പക്ഷികൾ കണ്ടോ, അവരുടെ സന്തോഷം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. പരുന്തുകൾ സന്തോഷിക്കുന്നത്, കാക്കകൾ സന്തോഷിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. അതെ, എല്ലാം പ്രപഞ്ചനാഥൻ്റെ കാരുണ്യമാണ്. അവൻ ചിലപ്പോൾ തല്ലുകയും ചിലപ്പോൾ തലോടുകയും ചെയ്യും. അതാണ് എൻ്റെ പ്രപഞ്ചനാഥൻ്റെ ശൈലി. അതാണ് മനുഷ്യന്മാർ. അവൻ തല്ലുന്നത് എപ്പോഴാണ്? ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ തല്ലുന്നത് എപ്പോഴാണ്? എന്തിനു വേണ്ടിയാണ്? ആ വിദ്യാർത്ഥി നന്നാകാൻ വേണ്ടിയാണ്. അതുപോലെ പ്രപഞ്ചനാഥൻ, ഈ പ്രപഞ്ചശക്തി ചിലപ്പോൾ ഇവരെ തല്ലും. എന്തിനു വേണ്ടിയാണ്? ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാകണം, ആ തെറ്റിൽ നിന്ന് മടങ്ങാൻ വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുന്നത്. ദൈവം, സൃഷ്ടാവ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചനാഥൻ, എന്ത് പേര് വിളിച്ചാലും ആ പ്രപഞ്ചനാഥൻ മനുഷ്യനെ തല്ലുകയും തലോടുകയും ചെയ്യും. തല്ലലും തലോടലും, അതാണ് ശൈലി. ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ അടിക്കുന്നത്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ,
നിങ്ങളുടെ ടീച്ചേഴ്സ് അടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവർക്ക് നിങ്ങളോട് ദേഷ്യമുള്ളത് കൊണ്ടാണോ? അല്ലല്ലോ, നിങ്ങൾ നന്നാകാൻ വേണ്ടിയാണ്. അതുപോലെ പ്രപഞ്ചശക്തി നമ്മളെ തല്ലും. തച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചശക്തിക്ക് പാവം തോന്നും. തച്ചു കഴിഞ്ഞാൽ അത് പ്രപഞ്ചശക്തിക്ക് സഹിക്കുകയില്ല. അപ്പോൾ പ്രപഞ്ചശക്തി ഇതുപോലെ ഈ മുക്കുവന്മാരോട് കാണിക്കുന്ന ഈ കാരുണ്യം പോലെ, കണ്ടോ, ഈ കാരുണ്യം പോലെ പ്രപഞ്ചശക്തി തലോടുകയും ചെയ്യും. അതാണ് ഈ പ്രകൃതി നിയമം, ഈ പ്രപഞ്ച നിയമം, നാച്ചുറൽ ലോ. അപ്പോൾ വീഡിയോ ഒരുപാട് ദീർഘിച്ചു പോയി. എനിക്ക് ഏറ്റവും സന്തോഷകരം നൽകുന്ന ഈ കാഴ്ച ഈ പരുന്തുകളുടെ സന്തോഷമാണ്. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഈ പരുന്തുകൾ, അവക്കിടയിൽ കാക്കകളുമുണ്ട്. അവരുടെ സന്തോഷം കാണുമ്പോൾ ചാടി കളിക്കാനാണ് വന്നത്. അവരോടുകൂടെ വട്ടമിട്ട് പറക്കാൻ പോലും തോന്നിപ്പോവുകയാണ്. സുന്ദരമായ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. മത്സ്യങ്ങൾ തീരമണയുന്ന സമയത്ത് സന്തോഷിക്കുന്നത് മുക്കുവന്മാർ മാത്രമാണോ? നിങ്ങൾ നോക്കൂ, ഈ കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ? ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പക്ഷികൾ, അതിലേറ്റവും കൂടുതൽ പരുന്താണ്. അവർക്ക് സന്തോഷത്തിൻ്റെ ദിനമാണിത്, അവർക്ക് ആനന്ദത്തിൻ്റെ ദിനമാണിപ്പോൾ. അവർ ആഘോഷിക്കുകയാണ്, അവർ നൃത്തമാടുകയാണ്. ഇവിടെ കടലും കരയും ആകാശവും സന്തോഷിക്കുന്ന നയനാനന്ദരമായ കാഴ്ച. ഇതാ, കടൽ സന്തോഷിക്കുന്നു, കടലിൻ്റെ മക്കൾ സന്തോഷിക്കുന്നു, കര സന്തോഷിക്കുന്നു, ആകാശം സന്തോഷിക്കുന്നു. ആകാശവും കടലും കരയും ഒരുമിച്ച് സന്തോഷിക്കുന്ന സുന്ദരമായ കാഴ്ച കണ്ടോ? ആകാശം സന്തോഷിക്കുന്നത്, ആകാശം സന്തോഷിച്ച് നൃത്തമാടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓളും ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യുക. ഇപ്പോൾ തന്നെ മറക്കരുത്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.